ഹലോ ഫ്രണ്ട്സ്, HST എക്സാം കാത്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഓവറീസ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓവറീസ്. These are primary female reproductive organs located in the pelvic cavity. They produce haploid ova or oocytes which develop in fluid-filled sac called follicles. Each mature ovary is an irregular, lumpy, almond-shaped structure, typically 3 to 5 cm long and weighing around 5.8 gram. The developing and subsequently degenerating follicles form the primary endocrine tissue in the ovaries that synthesizes and secretes estrogens and progesterone. അതായത് ഓവറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീമെയിലിലെ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ് ഓവറീസ് എന്ന് പറയുന്നത്. മെയിനായിട്ടും ഓവറീസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ പെൽവിക് ക്യാവിറ്റിയിലാണ്. ഓവറീസിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഓവ എങ്ങനെയുള്ളതായിരിക്കും? ഹാപ്ലോയിഡ് ഓവയായിരിക്കും ഓവറീസിൽ നിന്നും റിലീസ് ചെയ്യുന്നത്. ഓവറീസിൽ കാണപ്പെടുന്ന ഫോളിക്കിൾസിൽ നിന്നുമാണ് ഓവ റിലീസ് ചെയ്യുന്നത്. മച്ചുറായിട്ടുള്ള ഓവറി കാണപ്പെടുന്നത് ഇറഗുലർ ലംബി ആൽമണ്ട് ഷേപ്ഡ് സ്ട്രക്ചറോട് കൂടിയായിരിക്കും. ഓവറീസിൻ്റെ ഉള്ളിലുള്ള ഫോളിക്കിൾസിനുള്ള കഴിവെന്താണ്? അവ ഡെവലപ്പിംഗ് ആണ്, ഡീജനറേറ്റിംഗ് ആണ്. അതുകൂടാതെ തന്നെ പ്രൈമറി എൻഡോക്രൈൻ ടിഷ്യൂസ് ആയിട്ട് ഫോം ചെയ്യാനും സാധിക്കുന്നു. അങ്ങനെ പ്രൊജസ്ട്രോണും ഈസ്ട്രജനും ഓവറീസിൽ നിന്നും സിന്തസൈസ് ചെയ്യാനും സാധിക്കുന്നു. The two ovaries are found on either side of the uterus or womb inside the pelvis. Each ovary is attached to the uterus by a ligament called the ovarian ligament, which hold the ovaries in place. The outer layer of each ovary contains the ovarian follicles. Each follicle houses an immature egg, that means oocyte, and other cells that help the egg to develop. അതായത് ഫീമെയിലിൻ്റെ കേസിൽ 2 ഓവറീസ് ആണുള്ളത്. ഈ 2 ഓവറീസും കാണപ്പെടുന്നത് യൂട്രസിൻ്റെ 2 സൈഡിലായിട്ടാണ്. അത് കാണപ്പെടുന്നത്. അതായത് പെൽവിസിൻ്റെ ഉള്ളിലായിട്ടാണ് കാണപ്പെടുന്നത്. ഓരോ ഓവറിയും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് യൂട്രസുമായിട്ട് ഒരു ലിഗമെൻറ്റിനാലാണ്. ആ ലിഗമെൻറ്റിൻ്റെ പേരാണ് ഒവേറിയൻ ലിഗമെൻറ്റ്. അപ്പം ഈ ഒവേറിയൻ ലിഗമെൻറ്റ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഓവറീനെ യൂട്രസുമായിട്ട് ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഓരോ ഓവറിയുടെയും പുറമേയുള്ള ഔട്ടർ ലെയറിൽ കാണപ്പെടുന്ന ഫോളിക്കിൾസ് ആണ് ഒവേറിയൻ ഫോളിക്കിൾസ്. ഈ ഒവേറിയൻ ഫോളിക്കിൾസിലാണ് ഇമ്മച്വർ ആയിട്ടുള്ള എഗ്ഗ് അല്ലെങ്കിൽ oocyte കാണപ്പെടുന്നത്. ഒവേറിയൻ ഫോളിക്കിൾസിലാണ്. ഒവേറിയൻ ഫോളിക്കിൾസ് എവിടെയാണ് കാണപ്പെടുന്നത്? ഓവറിയുടെ ഔട്ടർ ലെയറിലാണ് കാണപ്പെടുന്നത്. ഫങ്ഷൻസ് ഓഫ് ഓവറീസ്. Ovaries have 2 main functions in the body: to house and release eggs or ova, and to make hormones including estrogen, progesterone and testosterone. മറ്റ് ഫങ്ഷൻസും നോക്കാം. ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഫീമെയിൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, റെഗുലേറ്റിംഗ് ദ മെൻസ്ട്രൽ സൈക്കിൾ, ഫെർട്ടിലിറ്റി, pregnancy, bone health, growth and mineral density, protecting blood vessels from damage, supporting the immune system. These are the main functions of ovaries. ഓരോ ഓവറിക്കുമുള്ള പ്രധാനമായ ഫങ്ഷൻ എന്ന് പറയുന്നത് എഗ്ഗിനെ ഹോൾഡ് ചെയ്യുക, എഗ്ഗിനെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. കൂടാതെ തന്നെ ഹോർമോൺസിനെ റിലീസ് ചെയ്യുക അല്ലെങ്കിൽ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് മെയിനായിട്ടുള്ള ഹോർമോൺസ് ഓവറീസിൽ നിന്നും റിലീസ് ചെയ്യുന്നത്? ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്റിറോൺ.
ഇത് കൂടാതെ തന്നെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയും ഫീമെയിൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയും മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നതിലും ഫെർട്ടിലിറ്റി, പ്രഗ്നൻസി, അതുപോലെ തന്നെ ഫീമെയിലിലെ ബോണിൻ്റെ ഹെൽത്ത്, അതിൻ്റെ ഗ്രോത്ത്, മിനറൽ ഡെൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയും ബ്ലഡ് വെസൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിനുമൊക്കെ ഓവറീസ് ഹെൽപ്പ് ചെയ്യും. When a girl is born, her ovaries contain all the eggs she will ever have at birth. An estimated 1 million eggs are stored in the ovaries, but by puberty, Around 4 lakhs eggs remain. Only about 500 of these will mature and be released. The released egg is then swept into the fallopian tubes where it travels down into the uterus womb. അതായത് ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവളുടെ ഓവറീസിൽ 1 മില്യൺ എഗ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ പ്യൂബേർട്ടി ആയി കഴിയുമ്പോഴേക്കും 4 lakhs eggs remain. Only about 500 of these will mature and be released. അപ്പം ഇതിലെ ഈ 4 lakhsലെ നിന്നും 500 മാത്രമേ മച്ചുർ ചെയ്യുന്നുള്ളൂ, റിലീസ് ചെയ്യപ്പെടുന്നുള്ളൂ. ഇങ്ങനെ റിലീസ് ചെയ്യപ്പെടുന്ന എഗ്ഗ് ഫെലോപ്പിയൻ ട്യൂബിൽ എത്തുകയും അവിടെ നിന്നും യൂട്രസിലേക്ക് ട്രാവൽ ചെയ്യുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഓവറീസിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഹോർമോൺസിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് വൺ, ഈസ്ട്രജൻ. Estrogen refers to a group of 3 hormones, estradiol, that is E2, which is the main female hormone in women prior to menopause. Second hormone estriol, that is E3, which is increased in pregnancy. And the third one is estrone, E1, the main form of estrogen after menopause. ഡൊമിനൻ്റ് ആയിട്ട് കാണപ്പെടുന്ന 3 തരത്തിലുള്ള എസ്ട്രജനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 3 തരത്തിലുള്ള ഈസ്ട്രജൻ ഹോർമോൺസ് ആണുള്ളത്. 3 ഗ്രൂപ്പ് ഓഫ് ഈസ്ട്രജൻസ് ആണുള്ളത്. ഒന്ന് ഈസ്ട്രാഡയോൾ E2, 2 ഈസ്ട്രയോൾ E3, 3 ഈസ്ട്രോൺ E1. E2ൻ്റെ ഈസ്ട്രാഡയോളിൻ്റെ പ്രത്യേകത എന്താണ്? വിച്ച് ഈസ് ദ മെയിൻ ഫീമെയിൽ ഹോർമോൺ ഇൻ വിമൻ പീരിയഡ് ടു മെനോപ്പസ്. ഈസ്ട്രയോളിൻ്റെ പ്രത്യേകത, E3യുടെ പ്രത്യേകത എന്താണ്? വിച്ച് ഈസ് ഇൻക്രീസ്ഡ് ഇൻ പ്രഗ്നൻസി. ഇനി ഈസ്ട്രോണിൻ്റെ പ്രത്യേകത എന്താണ്? E1, ദ മെയിൻ ഫോം ഓഫ് ഈസ്ട്രജൻ ആഫ്റ്റർ മെനോപ്പസ്, ദാറ്റ് ഈസ് ഈസ്ട്രോൺ. Estrogen regulates the menstrual cycle, breast development, fertility, and pregnancy. Estrogen is also important in keeping bones healthy as it prevents the breakdown of bones and helps the absorption of calcium from the gut. ഈസ്ട്രജൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഈസ്ട്രജൻ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നു, ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് റെഗുലേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഫെർട്ടിലിറ്റിയും പ്രഗ്നൻസിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഈസ്ട്രജൻ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഇൻ കീപ്പിംഗ് ബോൺ ഹെൽത്തി ആസ് ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ബോൺസ് ആൻഡ് ഹെൽപ്സ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ഫ്രം ദ ഗട്ട്. അടുത്തത് പ്രൊജസ്ട്രോൺ. Progesterone regulates the menstrual cycle, maintains pregnancy, strengthens the pelvic floor muscles, prevents milk production, and helps the unborn baby to develop. During the menstrual cycle, progesterone prepares the uterus for pregnancy by thickening the lining of the uterus ready to receive the fertilized egg and support the growth of the placenta. പ്രൊജസ്ട്രോണിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുക, പെൽവിക് ഫ്ലോർ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യുക, മിൽക്കിൻ്റെ പ്രൊഡക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുക, അൺബോൺ ബേബിയുടെ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക. ഡ്യൂറിങ് ദ മെൻസ്ട്രൽ സൈക്കിൾ, പ്രൊജസ്ട്രോൺ പ്രിപ്പയർ ദ യൂട്രസ് ഫോർ പ്രഗ്നൻസി by thickening the lining of the uterus ready to receive the fertilized egg and support the growth of the placenta.
അതായത് പ്രഗ്നൻസിക്ക് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നതിന് പ്രൊജസ്ട്രോൺ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യൂട്രസിൻ്റെ തിക്കനിങ്ങും യൂട്രസിൻ്റെ ലൈനിങ്ങിനുണ്ടാകുന്ന തിക്കനിങ്, അതുപോലെ തന്നെ ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെ റിസീവ് ചെയ്യാൻ യൂട്രസിനെ പ്രിപ്പയർ ചെയ്യുന്നതും പ്ലസൻ്റയുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതുമൊക്കെ ഈ പ്രൊജസ്ട്രോൺ ആണ്. അടുത്തത് ടെസ്റ്റോസ്റ്റിറോൺ. Testosterone is made in small amounts from the ovaries. In women, like in men, testosterone is important for bone health and muscle mass, making new blood cells and libido. In women, most of the testosterone made by the ovary is converted into estradiol, E2. ഫീമെയിൽസിൻ്റെ കേസിൽ ടെസ്റ്റോസ്റ്റിറോൺ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ റിലീസ് ചെയ്യുന്നുള്ളൂ. ഓവറീസിൽ നിന്നുമാണ് ടെസ്റ്റോസ്റ്റിറോൺ ഫീമെയിൽസിൽ റിലീസ് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ബോണിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, മസിൽ മാസിൻ്റെ ഡെവലപ്മെൻറ്റിനും പുതിയ ബ്ലഡ് സെൽസിൻ്റെയൊക്കെ ഫോർമേഷന് വേണ്ടിയും ലിബിഡോ പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും ടെസ്റ്റോസ്റ്റിറോൺ ഹെൽപ്പ് ചെയ്യുന്നു. ഫീമെയിൽസിൽ ഉണ്ടാകുന്ന ടെസ്റ്റോസ്റ്റിറോണിൽ ഭൂരിഭാഗവും ഈസ്ട്രാഡയോളായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. E2 ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അടുത്തത് ആൻറ്റി മുള്ളേരിയൻ ഹോർമോൺ. ആൻറ്റി മുള്ളേരിയൻ ഹോർമോൺ ഈസ് ഇമ്പോർട്ടൻറ്റ് ഡ്യൂറിങ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഒവേറിയൻ ഫോളിക്കിൾസ്. ഒവേറിയൻ ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റിലാണ് പ്രധാനമായിട്ടും ആൻറ്റി മുള്ളേരിയൻ ഹോർമോൺസിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അടുത്തത് Inhibin A and Inhibin B are released from cells within the ovarian follicles. They play key role in regulating follicle stimulating hormone FSH released from the pituitary gland at different stages of the ovarian cycle. അതായത് ഇൻഹിബിൻ എയും ഇൻഹിബിൻ ബിയും രണ്ടും ഒവേറിയൻ ഫോളിക്കിളിലുള്ള സെല്ലുകളിൽ നിന്നുമാണ് റിലീസ് ചെയ്യുന്നത്. അവയുടെ പ്രധാനപ്പെട്ട റോള് എന്ന് പറയുന്നത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് റെഗുലേഷൻ ഓഫ് ഒവേറിയൻ ഹോർമോൺസ്. ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ലെവൽസ് rise and fall across the menstrual cycle in response to hormone signal from the pituitary gland. A menstrual cycle is the length of time between the first day of one period to the first day of the next period. This normally takes between 24 and 35 days, however, can be longer or shorter. മെൻസ്ട്രൽ സൈക്കിൾ നടക്കുമ്പോൾ ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ കൂടിയിരിക്കുകയും കുറഞ്ഞിരിക്കുകയും ചെയ്യും. അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നുമുള്ള ഹോർമോണൽ സിഗ്നൽസിനെ റെസ്പോണ്ട് ചെയ്തുകൊണ്ടായിരിക്കും അതിൻ്റെ ലെവൽ, ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ കൂടിയിരിക്കണോ കുറഞ്ഞിരിക്കണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. ഒരു മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പീരീഡിൻ്റെ ഫസ്റ്റ് ഡേയും അടുത്ത പീരീഡിൻ്റെ ഫസ്റ്റ് ഡേയും അതിന് ഇടയിലുള്ള ആ ഒരു ടൈം ഡ്യൂറേഷനെയാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. At the start of the menstrual cycle, both estrogen and progesterone levels are low. This signals the pituitary gland to make follicle stimulating hormone FSH. When FSH levels increase, around 10 to 20 follicles begins to grow and their eggs start to mature. The follicles produce estrogen, which start to prepare the uterus for pregnancy. The rising estrogen levels signals the pituitary gland to release luteinizing hormone, which in turn signal the ovaries to produce more and more estrogen. This forms a positive feedback loop. This sharp increase in luteinizing hormone causes a mature egg to be released from the ovarian follicle. Only one egg generally reaches maturity and is released at about midway through the menstrual cycle. This is called ovulation. When the egg is released, the positive feedback loop ends and estrogen and LH, luteinizing hormone levels, falls. അതായത് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ
ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ലെവൽ വളരെയധികം കുറവായിരിക്കും. ഇത് എന്തിന് കാരണമാകുന്നു? ഈ ഒരു കണ്ടീഷൻ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ആക്ടിവേറ്റ് ചെയ്യുകയും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ റിലീസിങ്ങിന് കാരണമാകുകയും ചെയ്യുന്നു. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ അളവ് കൂടിക്കഴിയുമ്പോൾ അത് ഫോളിക്കിളിൻ്റെ ഗ്രോത്തിനും മച്ചുറേഷനും കാരണമാകുന്നു. ഫോളിക്കിളിൽ നിന്നും ഈസ്ട്രജൻ റിലീസ് ചെയ്യുന്നതിനും കാരണമാകുന്നു. ഫോളിക്കിളിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ. ഈസ്ട്രജൻ റിലീസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈസ്ട്രജൻ്റെ ഫംഗ്ഷൻ എന്താണ്? പ്രഗ്നൻസിക്ക് വേണ്ടി യൂട്രസിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഈസ്ട്രജൻ്റെ അളവ് കൂടുതലായിട്ടും ഇൻക്രീസ് ചെയ്യുകയും അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും ലൂട്ടനൈസിങ് ഹോർമോണിൻ്റെ റിലീസിങ്ങിന് കാരണമാകുകയും ചെയ്യുന്നു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും ലൂട്ടനൈസിങ് ഹോർമോൺ റിലീസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഫോളിക്കിളിൽ നിന്നും കൂടുതലായിട്ട് വീണ്ടും ഈസ്ട്രജൻ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് ഫോം ചെയ്യുന്നു. പെട്ടെന്നുള്ള ലൂട്ടനൈസിങ് ഹോർമോണിൻ്റെ ഇൻക്രീസ് ഒവേറിയൻ ഫോളിക്കിളിൻ്റെ മച്ചുറേഷനെ എഗ്ഗിൻ്റെ റിലീസിങ്ങിനും ഒക്കെ കാരണമാകുന്നു. പെട്ടെന്നുണ്ടാകുന്ന ലൂട്ടനൈസിങ് ഹോർമോണിൻ്റെ ഇൻക്രീസ് എന്ന് പറയുന്നത് എഗ്ഗിൻ്റെ മച്ചുറേഷനെയും അതുപോലെ തന്നെ ഒവേറിയൻ ഫോളിക്കിളിൽ നിന്നും എഗ്ഗിൻ്റെ റിലീസിങ്ങിനും കാരണമാകുന്നു. അങ്ങനെ മച്ചുറായിട്ടുള്ള ഒരു ഫോളിക്കിളിൽ നിന്നും ഒരു എഗ്ഗ് മാത്രമേ റിലീസ് ചെയ്യുന്നുള്ളൂ. ഒരു ഫോളിക്കിൾ മച്ചുറാകുന്നു, അവിടെ നിന്നും ഒരു എഗ്ഗ് റിലീസ് ചെയ്യുന്നു അറ്റ് എ ടൈം and is released at about midway through the menstrual cycle. ഇതിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. മെൻസ്ട്രൽ സൈക്കിൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോളിക്കിൾ മച്ചുറാകുകയും ആ ഒരു ഫോളിക്കിളിൽ നിന്നും മച്ചുറായ ഫോളിക്കിളിൽ നിന്നും ഒരു എഗ്ഗ് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓവുലേഷൻ. ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത് അവസാനിക്കുന്നു. അതായത് ഈസ്ട്രജൻ്റെയും ലൂട്ടനൈസിങ് ഹോർമോണിൻ്റെയും അളവ് കുറഞ്ഞു പോകുന്നു. ആഫ്റ്റർ ദ എഗ് ഈസ് റിലീസ്ഡ്, ദ റിമെയിൻസ് ഓഫ് ദ ഒവേറിയൻ ഫോളിക്കിൾ ഫോം എ സ്ട്രക്ചർ കോൾഡ് ദ കോർപ്പസ് ലൂട്ടിയം. This structure releases progesterone and estrogen to continue preparing the uterus for pregnancy. In most cases, fertilization does not occur and the corpus luteum decomposes and stops producing progesterone. Without the progesterone, the uterine lining breaks down and is discarded with the egg and other cells, mucus and fluid during menstruation or a period. ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്നും എഗ്ഗ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഫോളിക്കിളിന് പറയുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം ഈ ഒരു സ്ട്രക്ചറിൽ നിന്നുമാണ്, കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്നുമാണ് പ്രൊജസ്ട്രോണും ഈസ്ട്രജനും പിന്നീട് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. പ്രൊജസ്ട്രോണും ഈസ്ട്രജനും സെക്രീറ്റ് ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്നുമാണ്. യൂട്രസിൻ്റെ പ്രിപ്പറേഷൻ, അതായത് പ്രഗ്നൻസിക്ക് വേണ്ടി യൂട്രസിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ രണ്ട് ഹോർമോണിൻ്റെയും ഫങ്ഷൻ. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാലാണ് ഈ ഒരു കണ്ടീഷൻ. പ്രൊജസ്ട്രോണും ഈസ്ട്രജനും സെക്രീറ്റ് ചെയ്യുന്നു, പ്രഗ്നൻസിക്ക് വേണ്ടി യൂട്രസിനെ പ്രിപ്പയർ ചെയ്യുന്നു. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി നടന്നില്ല എങ്കിൽ കോർപ്പസ് ലൂട്ടിയം ഡികമ്പോസസ് ചെയ്തു പോവുകയും അതുപോലെ തന്നെ പ്രൊജസ്ട്രോണിൻ്റെ റിലീസിങ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം പ്രൊജസ്ട്രോണിൻ്റെ ആബ്സെൻസിൽ യൂട്രസിന് എന്ത് സംഭവിക്കും? യൂട്രൈൻ ലൈനിങ് ബ്രേക്ക് ഡൗൺ ആകുകയും അവിടെ നിന്നും എഗ്ഗ് ഡിസ്കാർഡ് ചെയ്തു പോവുകയും അതുപോലെ തന്നെ സെൽസ്, മ്യൂക്കസ്, ഫ്ലൂയിഡ് ഒക്കെ മെൻസ്ട്രേഷൻ വഴി അത് ഷെഡ് ചെയ്ത് പോവുകയും ചെയ്യുന്നു. ഈ ഒരു പിക്ചർ നോക്കുക. കോർപ്പസ് ലൂട്ടിയത്തിന് ശേഷം തന്നിരിക്കുന്ന കോർപ്പസ് ആൽബിക്കൻസ്. വെൻ ദ കോർപ്പസ് ലൂട്ടിയം ബ്രേക്സ് ഡൗൺ, scar tissue is left behind. This scar tissue, which is made up of cartilage and is known as the corpus albicans. While the corpus luteum is yellow in color, the corpus albicans is white. The corpus luteum secretes estrogen and progesterone. The later hormones causes changes in the uterus that make it more suitable for implantation of the fertilized ovum and the nourishment of the embryo.
Following ovulation, the remaining granulosa and theca cells of the follicle differentiate into the lutein cells of the corpus luteum, which in the absence of pregnancy degenerates after about 2 weeks into the corpus albicans. അതായത് ഓവുലേഷന് ശേഷം ഫോളിക്കിളിൽ കാണപ്പെടുന്ന ഗ്രാനുലോസ സെൽസും തീക്ക സെൽസും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ലൂട്ടൈൻ സെൽസ് ആയിട്ട് മാറുന്നു. ആ ലൂട്ടൈൻ സെൽസ് ആണ് കോർപ്പസ് ലൂട്ടിയത്തിൽ കാണപ്പെടുന്നത്. അതായത് ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്നും എഗ്ഗ് റിലീസ് ചെയ്ത ശേഷം കാണപ്പെടുന്ന റിമൈനിങ് പോർഷൻ ആണ്, ഫോളിക്കിൾ സെൽസിൻ്റെ റിമൈനിങ് പോർഷനെയാണ് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത്. അതിന് ഏത് കളറായിരിക്കും? അതിന് യെല്ലോവിഷ് കളറായിരിക്കും. കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്നും ഡീജനറേറ്റ് ചെയ്തിട്ടാണ് അടുത്ത സ്ട്രക്ചർ എന്ന് പറയുന്ന കോർപ്പസ് ആൽബിക്കൻസ് ഉണ്ടാകുന്നത്. അത് ഏത് കണ്ടീഷനിലാണ്? ആബ്സെൻസ് ഓഫ് പ്രഗ്നൻസി. ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. ലോ ലെവൽസ് ഓഫ് പ്രൊജസ്ട്രോൺ ആൻഡ് ഈസ്ട്രജൻ പ്രൊമോട്ട് സെക്രേഷൻ ഓഫ് ഗുണനോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആൻഡ് ലൂട്ടിനൈസിംഗ് ഹോർമോൺ. അതായത് ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും അളവ് വളരെയധികം കുറഞ്ഞിരിക്കുന്ന ടൈമിൽ ഗുണനോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോണിൻ്റെയും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെയും ലൂട്ടിനൈസിംഗ് ഹോർമോണിൻ്റെയും സെക്രേഷൻ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. ഹൈ ലെവൽസ് ഓഫ് ഈസ്ട്രജൻസ് വിത്തൗട്ട് പ്രൊജസ്ട്രോൺ stimulate a release of gonadotropin releasing hormone, luteinizing hormone and follicle stimulating hormone. ഈസ്ട്രജൻ്റെ അളവ് വളരെയധികം കൂടിയിരിക്കുന്ന സമയത്ത്, പ്രൊജസ്ട്രോണിൻ്റെ അളവ് ഒട്ടും തന്നെ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഗൊണഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോണിൻ്റെയും ലൂട്ടിനൈസിംഗ് ഹോർമോണിൻ്റെയും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെയും സെക്രേഷൻ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. ഈ പറഞ്ഞ രണ്ട് കേസും പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസത്തിൻ്റെ ഭാഗമാണ്. ആദ്യം പറഞ്ഞ ലോ ലെവൽസ് ഓഫ് പ്രൊജസ്ട്രോൺ ആൻഡ് ഈസ്ട്രജൻ പ്രൊമോട്ട് സെക്രീഷൻ ഓഫ് ഗൊണഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആൻഡ് ലൂട്ടിനൈസിംഗ് ഹോർമോൺ. ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് മെൻസ്ട്രേഷൻ നടക്കുമ്പോൾ കോർപ്പസ് ലൂട്ടിയം കോർപ്പസ് ആൽബിക്കൻസ് ആയിട്ട് മാറുന്നു. കോർപ്പസ് ആൽബിക്കൻസിൽ നിന്നും ഹോർമോൺസ് ഒന്നും, ഈസ്ട്രജനോ പ്രൊജസ്ട്രോണോ ഒന്നും തന്നെ സെക്രീറ്റ് ചെയ്യപ്പെടുന്നില്ല. കോർപ്പസ് ആൽബിക്കൻസിൽ നിന്നും ഒരു ഹോർമോൺസും, ഈസ്ട്രജനോ പ്രൊജസ്ട്രോണോ ഒന്നും തന്നെ സെക്രീറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് ഈസ്ട്രജൻ്റെ അളവും പ്രൊജസ്ട്രോണിൻ്റെ അളവും വളരെയധികം കുറഞ്ഞു പോകുന്നത്. അങ്ങനെ കുറഞ്ഞു പോകുന്ന ആ ഒരു ടൈമിൽ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും ആക്റ്റീവ് ആവുകയും ഏതൊക്കെ ഹോർമോൺസിൻ്റെ സെക്രീഷനാണ് നടക്കുന്നത്? ഗൊണഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോണിൻ്റെയും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെയും ലൂട്ടിനൈസിംഗ് ഹോർമോണിൻ്റെയും സെക്രീഷൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു. രണ്ടാമത് പറഞ്ഞ കാര്യം, ഹൈ ലെവൽസ് ഓഫ് ഈസ്ട്രജൻ വിത്തൗട്ട് പ്രൊജസ്ട്രോൺ സ്റ്റിമുലേറ്റ് എ റിലീസ് ഓഫ് ഗൊണഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ, ലൂട്ടിനൈസിംഗ് ഹോർമോൺ ആൻഡ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രൈമറി അതുപോലെ തന്നെ സെക്കൻഡറി ഫോളിക്കിൾസിൻ്റെ ഗ്രോത്തും അതിൻ്റെ മച്ചുറേഷനും സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു കണ്ടീഷൻ ഫേവറബിൾ ആകുന്നത്. അതായത് എൻഡോമെട്രിയത്തിൻ്റെ പ്രൊളിഫറേഷനും അതിൻ്റെ യൂട്രസ് പ്രഗ്നൻസിക്ക് വേണ്ടി പ്രിപ്പയർ ആകുന്ന ആ ഒരു സമയത്ത് ആണ് ഈ ഈസ്ട്രജൻ്റെ അളവ് വളരെയധികം കൂടിയിരിക്കുന്നതും പ്രൊജസ്ട്രോണിൻ്റെ അളവ് ഒട്ടും തന്നെ ഇല്ലാതിരിക്കുന്ന ആ ഒരു കണ്ടീഷനിലാണ് ലൂട്ടിനൈസിംഗ് ഹോർമോണിൻ്റെയും ഗൊണഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോണിൻ്റെയും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെയും ഒക്കെ സെക്രീഷൻ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസമാണ്. ഇനി നമുക്ക് നോക്കാം, ഹൈപ്പോതലാമിക് റീജിയനിൽ നിന്നും ഗൊണഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ റിലീസ് ചെയ്താൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആക്റ്റീവ് ആകുകയും അവിടെ നിന്നും റിലീസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ് ഫസ്റ്റ് റിലീസ് ചെയ്യുന്നത്. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഓവറിയിലെ പ്രൈമറി അതുപോലെ തന്നെ സെക്കൻഡറി ഫോളിക്കിൾസിൻ്റെ ഗ്രോത്തിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. അതുപോലെ തന്നെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്തിനെ ഇൻഡ്യൂസ് ചെയ്യുന്നു? മച്ചുറേഷൻ ഓഫ് വൺ ഡൊമിനൻ്റ് ഫോളിക്കിൾ, ഏതെങ്കിലും ഒരു ഡൊമിനൻ്റ് ആയിട്ടുള്ള ഫോളിക്കിളിൻ്റെ മച്ചുറേഷനെ ഇത് ഇൻഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഒവേറിയൻ ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രജനും ഇൻഹിബിനും ഒക്കെ സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. ഇൻക്രീസ് ഇൻ സെക്രീഷൻ ഓഫ് ഈസ്ട്രജൻ ആൻഡ് ഇൻഹിബിൻ ബൈ ഗ്രാനുലോസ സെൽസ്.
ഗ്രാനുലോസ സെൽസ് ഓവറിയിൽ കാണപ്പെടുന്നതാണ്. ഗ്രാനുലോസ സെൽസിൽ നിന്നും ഈസ്ട്രജനും അതുപോലെ തന്നെ ഇൻഹിബിനും സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. അടുത്തതായിട്ട് എന്താണ് നമുക്ക് പറയാനുള്ളത്? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഡൊമിനൻ്റ് ആയിട്ടുള്ള ഫോളിക്കിളിൽ നിന്നും ഈസ്ട്രജനും ഇൻഹിബിനും സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. അതിൻ്റെ അളവ് കൂടിക്കഴിയുമ്പോൾ അത് എന്തിന് കാരണമാകുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്? ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ റിലീസിങ്ങിന് കാരണമാകുന്നു. ഇങ്ങനെ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ലൂട്ടിനൈസിങ് ഹോർമോൺ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? ഡൊമിനൻ്റ് ആയിട്ടുള്ള ഫോളിക്കിളിൻ്റെ മച്ചുറേഷനെ ലൂട്ടിനൈസിങ് ഹോർമോണും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓവുലേഷനെയും ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഫോളിക്കിളിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഈസ്ട്രജനും ഇൻഹിബിനും എന്തിനെ ഇൻഡ്യൂസ് ചെയ്യുന്നു? എൻഡോമെട്രിയത്തിൻ്റെ റിപ്പയറിങ്ങിനും പ്രൊളിഫറേഷനെ ഇൻഡ്യൂസ് ചെയ്യുന്നു. എൻഡോമെട്രിയത്തിൻ്റെ റിപ്പയറിങ്ങിനെയും പ്രൊളിഫറേഷനെയും ഇൻഡ്യൂസ് ചെയ്യുന്നു. എൻഡോമെട്രിയം എവിടെയാണ് കാണപ്പെടുന്നത്? യൂട്രസിൽ. ഓക്കെ. ഇനി ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ മറ്റൊരു ഫംഗ്ഷൻ എന്താണ്? ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് വീണ്ടും ഈസ്ട്രജൻ്റെ ലെവൽ കൂടുന്നതിന് കാരണമാകുന്നു. പിന്നീട് എന്താണ് സംഭവിക്കുക? ഓവുലേഷൻ നടക്കുന്നു. മച്ചുവേർഡ് ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്നും ഓവം പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു. അതിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ ബാക്കി വന്ന ആ ഒരു സ്ട്രക്ചറിന് പറയുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം. ഗ്രാഫിയൻ ഫോളിക്കിൾ ഓവുലേഷന് ശേഷം എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു? കോർപ്പസ് ലൂട്ടിയമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ കളറ് യെല്ലോ കളറാണ്. കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസ്ഡ് സെക്രീഷൻ ഓഫ് പ്രൊജസ്ട്രോൺ ആൻഡ് ഈസ്ട്രജൻ ബൈ സെൽസ് ഓഫ് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ സെല്ലുകളിൽ നിന്നും പ്രൊജസ്ട്രോണും ഈസ്ട്രജനും സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഫംഗ്ഷൻ. ഇതുകൂടാതെ തന്നെ ഇൻക്രീസ്ഡ് സെക്രീഷൻ ഓഫ് ഇൻഹിബിൻ ബൈ സെൽസ് ഓഫ് കോർപ്പസ് ലൂട്ടിയം. ഇൻഹിബിനെ കൂടെ സെക്രീറ്റ് ചെയ്യാനുള്ള കഴിവ് കോർപ്പസ് ലൂട്ടിയത്തിന് ഉണ്ട്. ഇത് എന്തിനു വേണ്ടിയാണ്? ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് എൻഡോമെട്രിയം ഫോർ അറൈവൽ ഓഫ് ഫെർട്ടിലൈസ്ഡ് ഓവം. ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവം ഇംപ്ലാന്റ് ചെയ്യുന്നതിന് വേണ്ടി, എൻഡോമെട്രിയത്തിനെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈസ്ട്രജനും അതുപോലെ തന്നെ പ്രൊജസ്ട്രോണും ഇൻഹിബിനും ഒക്കെ കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്ന് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, പ്രഗ്നൻസി ആബ്സെൻ്റ് ആയ കണ്ടീഷനിലാണ് മെൻസ്ട്രേഷൻ നടക്കുന്നത്. ഈ ഒരു കണ്ടീഷനിൽ കോർപ്പസ് ലൂട്ടിയം കോർപ്പസ് ആൽബിക്കൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. കോർപ്പസ് ആൽബിക്കൻസിൻ്റെ കളറ് എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്. നോ സെക്രീഷൻ ഓഫ് പ്രൊജസ്ട്രോൺ ആൻഡ് ഈസ്ട്രജൻ ബൈ കോർപ്പസ് ആൽബിക്കൻസ്. കോർപ്പസ് ആൽബിക്കൻസിൽ നിന്നും ഒരു തരത്തിലുള്ള ഈസ്ട്രജനോ പ്രൊജസ്ട്രോണോ സെക്രീറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് ഈസ്ട്രജൻ്റെ അളവും പ്രൊജസ്ട്രോണിൻ്റെ അളവും വളരെയധികം കുറഞ്ഞു പോവുകയും ഹൈപ്പോതലാമിക് റീജിയനും പിറ്റ്യൂട്ടറിയും ആക്ടിവേറ്റ് ആവുകയും ചെയ്യുന്നത്. അപ്പം ആക്ടിവേറ്റ് ആകുമ്പോൾ ഏതൊക്കെ ഹോർമോൺസ് ആണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ലൂട്ടിനൈസിങ് ഹോർമോണും ഒക്കെ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് ഈ ഒരു കണ്ടീഷനിലാണ്. അത് എന്തിനു വേണ്ടിയാണ്? അടുത്ത മെൻസ്ട്രേഷന് ആവശ്യമായിട്ടുള്ള ഓവത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, ഫോളിക്കിളിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് ഈ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നത്. Moderate levels of estrogen inhibit secretion of gonadotropin releasing hormone, follicle stimulating hormone and luteinizing hormone. Inhibin inhibits secretion of follicle stimulating hormone and luteinizing hormone. അടുത്തത്, കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്നും സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഇൻഹിബിൻ നെഗറ്റീവ്ലി കൺട്രോൾ ചെയ്യുന്നു ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെ for the suppression of follicle stimulating hormone and luteinizing hormone. ഈ രീതിയിലാണ് മെൻസ്ട്രൽ സൈക്കിൾ കൺട്രോൾ ചെയ്യപ്പെടുന്നത്. ഇനി നമുക്ക് ഓവറിയുടെ മൈക്രോ അനാട്ടമി നോക്കാം. The human ovary consists of an inner medulla and outer cortex with indistinct boundaries. The medulla contains the blood vessels and nerves, while the cortex is occupied by developing follicles. A cross-section of an ovary will reveal follicles in various stages of development. ഹ്യൂമൻ ഓവറിയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട രണ്ട്
ഭാഗങ്ങളാണ് ഇന്നർ മെഡുല ആൻഡ് ഔട്ടർ കോർട്ടെക്സ്. ഇന്നർ മെഡുല ആൻഡ് ഔട്ടർ കോർട്ടെക്സ്. ഇന്നർ മെഡുലയിൽ കാണപ്പെടുന്നത് ബ്ലഡ് വെസൽസ്, നെർവ്സ്. കോർട്ടിക്കൽ റീജിയനിൽ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഫോളിക്കിൾസ് ആയിരിക്കും. Primordial follicle. An ovarian follicle progresses through several distinct phases before it releases its ovum. During the first 5 months of development, a finite number of primordial follicles form in the fetal ovary. These follicles consist of oocytes surrounded by a single layer of squamous follicular cells. These primordial follicles remain in the process of the first meiotic division. At puberty, they begin to develop further and become primary follicles. ഓവറിയുടെ ക്രോസ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ കോർട്ടിക്കൽ റീജിയനിലാണ് ഫോളിക്കിൾസ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രസ് ചെയ്യുകയും പല സ്റ്റേജുകളിലൂടെ പല ഫേസസിലൂടെ കടന്നു വന്നിട്ട് ആണ് ഓവമായിട്ട് റിലീസ് ചെയ്യപ്പെടുന്നത്. ഫീറ്റൽ ഓവറിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 5 months ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കൗണ്ടബിൾ നമ്പർ ഓഫ് പ്രിമോഡിയൽ ഫോളിക്കിൾസ് ഫോം ചെയ്യുന്ന ആ ഒരു സ്റ്റേജാണ്. ഫോളിക്കിൾസിൽ കാണപ്പെടുന്നത് oocyteഉം അതിനെ സറൗണ്ട് ചെയ്ത് ഒരു സിംഗിൾ ലെയർ ഓഫ് സ്ക്വാമസ് ഫോളിക്കുലാർ സെൽസുമാണ് ഈ സ്റ്റേജിൽ ഉണ്ടാവുക. പ്രൈമോഡിയൽ ഫോളിക്കിൾസ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്ന ശേഷം അതേ സ്റ്റേജിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയും പ്യൂബർട്ടി എത്തിയതിനു ശേഷം മാത്രമാണ് ഫർദർ ഡെവലപ്മെൻറ്റ് ആരംഭിക്കുകയും ചെയ്യുന്നത്. പ്യൂബർട്ടി എത്തിയതിനു ശേഷമാണ് പ്രൈമറി ഫോളിക്കിൾസ് ഫോം ചെയ്യുന്നത്. Early primary follicle. At the start of each menstrual cycle, a limited number of primordial follicles are triggered to develop. The first apparent histological stage is the early primary follicle that consists of a central oocyte surrounded by a single layer of follicular cells which have become cuboidal. The zona pellucida is a thin band of glycoproteins that separates the oocyte and follicular cells. ഏർലി പ്രൈമറി ഫോളിക്കിൾ കാണപ്പെടുന്നത് ഓവറിയുടെ കോർട്ടെക്സിലായിട്ടാണ്. ഓവറിയുടെ കോർട്ടെക്സിലാണ് ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്തു വരുന്നത്. അതിൽ ഡൊമിനൻ്റ് ആയിട്ടുള്ള പ്രൈമോഡിയൽ ഫോളിക്കിൾസ് വളരെ ലിമിറ്റഡ് നമ്പറേ കാണുകയുള്ളൂ. അത് ഡെവലപ്മെൻറ്റിന് വിധേയമാകുന്നു. പ്രൈമറി ഫോളിക്കിളിൽ കാണപ്പെടുന്നത് സെൻട്രലി ഒരു oocyte ഉണ്ടായിരിക്കും. ഒരു സിംഗിൾ ലെയർ ഓഫ് ഫോളിക്കുലാർ സെൽസും കാണപ്പെടുന്നു. ഈ ഫോളിക്കുലാർ സെൽസ് ക്യൂബോയിഡലായിട്ട് മാറുന്നു. ഈ സ്റ്റേജിൽ ഫോളിക്കുലാർ സെൽസ് ക്യൂബോയിഡലായിട്ട് മാറുന്നു. സോണ പെല്ലുസിഡ എന്ന് പറയുന്നത് ഗ്ലൈക്കോപ്രോട്ടീൻസ് കൊണ്ടുണ്ടായിരിക്കുന്ന ഒരു തിൻ ബാൻഡാണ്. അത് ഫോളിക്കുലാർ സെൽസിനെയും oocyteനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്പേമിൻ്റെ സർഫസിൽ കാണപ്പെടുന്ന പ്രോട്ടീൻസിന് ബൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഗ്ലൈക്കോപ്രോട്ടീൻസ് ആയിരിക്കും സോണ പെല്ലുസിഡയിൽ കാണപ്പെടുന്നത്. ലേറ്റ് പ്രൈമറി ഫോളിക്കിൾ. The late primary follicle stage is reached when the follicular cells proliferate into a stratified epithelium known as zona granulosa. Zona granulosa. The zona pellucida enlarges and can be seen even more clearly in this image. അതായത് ലേറ്റ് പ്രൈമറി ഫോളിക്കിൾ സ്റ്റേജിൽ ഫോളിക്കുലാർ സെൽസ് പ്രൊളിഫറേറ്റ് ചെയ്യുകയും സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയമായിട്ട് മാറുകയും ചെയ്യുന്നു. ഇതിനെയാണ് സോണ ഗ്രാനുലോസ എന്ന് പറയുന്നത്. സോണ ഗ്രാനുലോസ. സോണ പെല്ലുസിഡ എൻലാർജ് ചെയ്യുന്നു. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഇമേജിൽ കാണാൻ സാധിക്കും. സോണ പെല്ലുസിഡ ഈ ഒരു സ്റ്റേജിൽ കുറച്ചുകൂടെ എൻലാർജ് ചെയ്ത് കാണപ്പെടുന്നു. അടുത്തത് സെക്കൻഡറി ഫോളിക്കിൾ. The characteristic feature that distinguishes secondary from primary follicle is the appearance of a follicular antrum. Follicular antrum within the granulosa layer. The antrum contains fluid which is rich in hyaluronan and proteoglycans. Note the increase in cell layers of the zona granulosa, the thicker zona pellucida and larger oocyte. At this stage, a layer of cells outside the follicle become evident. These cells compose
the theca interna and contribute to the production of estrogens. ഗ്രാനുലോസ ലെയറിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഫോളിക്കുലാർ ആൻഡ്രോത്തിൻ്റെ അപ്പിയറൻസ് ആണ് പ്രൈമറി ഫോളിക്കിളിൽ നിന്നും സെക്കൻഡറി ഫോളിക്കിളിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത്. ആൻഡ്രത്തിൽ കാണപ്പെടുന്നത് ഫ്ലൂയിഡാണ്. ഈ ഫ്ലൂയിഡിൽ മുഴുവനുമായിട്ടും ഹൈലൂറോണൻസും പ്രോട്ടിയോഗ്ലൈക്കൻസും നിറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ സോണ ഗ്രാനുലോസയുടെ സെൽ ലെയേഴ്സ് ഇൻക്രീസ് ചെയ്യുകയും സോണ പെല്ലുസിഡ തിക്കറാകുകയും ഓസൈറ്റ് ലാർജർ ആകുകയും ചെയ്യുന്നു. ഈ ഒരു സ്റ്റേജിൽ ഫോളിക്കിൾസിൻ്റെ പുറമേ കാണുന്ന സെൽ ലെയേഴ്സ് കുറച്ചുകൂടെ എവിഡൻ്റ് ആകുന്നു. ഈ സെല്ലുകൾ കൊണ്ട് തീക്ക ഇൻറ്റേണ ഫോം ചെയ്യുകയും ഈസ്ട്രജൻ്റെ പ്രൊഡക്ഷനെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. Recall that the production of estrogen requires both the cells of the theca interna and granulosa cells. Estrogens, like all steroid hormones, are produced from cholesterol through a multi-step process that requires several different enzymes. Graafian follicle. The Graafian follicle is the stage after the first meiotic division has completed but before ovulation. The follicle is characterized by a large follicular antrum that makes up most of the follicle. The secondary oocyte, having undergone the first meiotic division, is located eccentrically. It is surrounded by the zona pellucida and a layer of several cells known as the corona radiata. When released from the Graafian follicle and into the oviduct, the ovum will consist of three structures: the oocyte, zona pellucida and corona radiata. ഗ്രാഫിയൻ ഫോളിക്കിൾ ഓവുലേഷന് മുൻപും ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷന് ശേഷവും കാണപ്പെടുന്ന ഫോളിക്കിളിൻ്റെ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഈ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ലാർജ് ഫോളിക്കുലാർ ആൻഡ്രം കാണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് കൂടാതെ തന്നെ സോണ പെല്ലുസിഡയും എ ലെയർ ഓഫ് കൊറോണ റേഡിയേറ്റയും കാണപ്പെടുന്നു. ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്ന ഓവം ഒവിഡക്റ്റിലേക്കാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. ഓവത്തിൽ കാണപ്പെടുന്ന 3 സ്ട്രക്ചേഴ്സാണ് oocyte, സോണ പെല്ലുസിഡ, കൊറോണ റേഡിയേറ്റ. Corpus luteum. After release of ovum, the remaining cells of the granulosa and theca interna form the corpus luteum. The center contains the remains of the blood clot that formed after ovulation. Surrounding the clot are granulosa lutein cells and on the outside theca lutein cells. These cells produce progesterone and to a lesser extent cholesterol. ഓവത്തിൻ്റെ റിലീസിന് ശേഷം ഗ്രാനുലോസ സെൽസും അതുപോലെ തന്നെ തീക്ക ഇൻറ്റേണയും പിന്നീട് കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറുന്നു. ഓവത്തിൻ്റെ റിലീസിന് ശേഷം അവിടെ കാണപ്പെടുന്ന ഗ്രാനുലോസ സെൽസും തീക്ക ഇൻറ്റേണയും എന്തായിട്ട് മാറുന്നു? തീക്ക ഇൻറ്റേണയിൽ കാണപ്പെടുന്ന സെൽസും കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറുന്നു. ആ റീജൻ്റെ സെൻട്രലായിട്ട് ബ്ലഡ് ക്ലോട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ട്. അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഗ്രാനുലോസ ലൂട്ടൈൻ സെൽസും പുറമെ തീക്ക ലൂട്ടൈൻ സെൽസും കാണപ്പെടുന്നുണ്ട്. ഈ സെല്ലുകളിൽ നിന്നുമാണ് പ്രൊജസ്ട്രോൺ സിന്തസൈസ് ചെയ്യുന്ന വളരെ കുറഞ്ഞ അളവിൽ കൊളസ്ട്രോളും സിന്തസൈസ് ചെയ്യുന്നുണ്ട്. The activity of the cells of the corpus luteum is sustained by luteinizing hormone if the ovum is fertilized and implants. Human chorionic gonadotropin replaces luteinizing hormone to sustain the activity of the cells in the corpus luteum. Corpus albicans. If fertilization does not occur, the cells of the corpus luteum remains active for roughly 14 days until the levels of LH, luteinizing hormone, fall, and the corpus luteum involutes to form the corpus albicans. The secretory cells of the corpus luteum degenerate
are phagocytosed by macrophages and replaced by fibrous material. ഫെർട്ടിലൈസേഷൻ നടന്നില്ല എങ്കിൽ കോർപ്പസ് ലൂട്ടിയം ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ അളവ് കുറയുന്നതുവരെ 14 ദിവസത്തേന് വരെ അത് ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കും. കോർപ്പസ് ലൂട്ടിയം പിന്നീട് ഇൻവൊല്യൂട്ട് ചെയ്യുകയും കോർപ്പസ് ആൽബിക്കൻസ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. കോർപ്പസ് ലൂട്ടിയത്തിൽ കാണപ്പെടുന്ന സെക്രീറ്ററി സെല്ലുകൾ ഡീജനറേറ്റ് ചെയ്യുന്നു. അത് ഫാഗോസിറ്റോസ് വിധേയമാകുന്നു. മാക്രോഫേജസ് അതിനെ ഫാഗോസിറ്റോസ് ചെയ്ത് ഫൈബ്രസ് മെറ്റീരിയൽ കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെടുന്നു. Atretic follicle. Each menstrual cycle, several primordial follicles are stimulated to continue development, but only one follicle completes development to release an ovum. The other follicles degenerate through a process called atresia, which can occur at any stage of development. During atresia, granulosa cells undergo apoptosis and are replaced by fibrous material. The oocyte degenerates and the basement that separated the oocyte from granulosa cells thickens to become the glassy membrane. അതായത് അട്രറ്റിക് ഫോളിക്കിൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓരോ മെൻസ്ട്രൽ സൈക്കിളിലും ഒരുപാട് പ്രൈമോഡിയൽ ഫോളിക്കിൾസ് സ്റ്റിമുലേറ്റഡ് ആകുകയും അതുപോലെ തന്നെ അത് ഡെവലപ്മെൻറ്റിന് വിധേയമാകുകയും ചെയ്യുന്നു. എന്നാൽ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരൊറ്റ ഫോളിക്കിൾ മാത്രമായിരിക്കും. ആ ഫോളിക്കിൾ ആയിരിക്കും ഓവമായിട്ട് റിലീസ് ചെയ്യുന്നത്. മറ്റു ഫോളിക്കിൾ ഡീജനറേറ്റ് ചെയ്തു പോകുന്നു. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് അട്രീസിയ. ഇത് നടക്കുന്നത് ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലാണ്. ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ച് പ്രൈമോഡിയൽ ഫോളിക്കിൾ ഡീജനറേറ്റ് ചെയ്തു പോകുന്നു. ഈ ഒരു പ്രോസസ്സിനെ തുടർന്ന് ഗ്രാനുലോസ സെൽസിന് അപ്പോപ്റ്റോസിസിന് വിധേയമാകുകയും സെല്ലുകൾ റീപ്ലേസ് ചെയ്യുന്നത് ഫൈബ്രസ് മെറ്റീരിയലിനാലാണ്. ഊസൈറ്റ് ഡീജനറേറ്റ് ചെയ്യുകയും ബേസ്മെൻറ്റ് എന്ത് ചെയ്യുന്നു? ഊസൈറ്റിനെ ഗ്രാനുലോസ സെൽസിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുകയും കുറച്ചുകൂടെ തിക്കനാകുകയും ഒരു ഗ്ലാസി മെംബ്രെയിനായിട്ട് മാറുകയും ചെയ്യുന്നു. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. പ്രൈമോഡിയൽ ജേം സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഫീറ്റൽ ഡെവലപ്മെൻറ്റിൻ്റെ ടൈമിലാണ്. ബർത്തിൻ്റെ ടൈമിൽ ഓവറിയിൽ ഏകദേശം 4 lakhs പ്രൈമോഡിയൽ ഫോളിക്കിൾസ് കാണപ്പെടുന്നു. അതിൽ പ്രൈമറി ഊസൈറ്റും കാണപ്പെടുന്നു. ഈ പ്രൈമറി ഊസൈറ്റ് മൈറ്റോട്ടിക് ഡിവിഷന് വീണ്ടുമുള്ള മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമാകുന്നില്ല. They remain arrested in the prophase stage of meiotic division 1. Meiotic division 1ൻ്റെ prophase സ്റ്റേജിൽ അത് അറസ്റ്റ് ചെയ്ത് അവിടെ നിലകൊള്ളുന്നു. മച്യൂരിറ്റി എത്തിയ ശേഷം, അതായത് പ്യൂബേർട്ടി ആയതിനു ശേഷം മാത്രമേ പിന്നീട് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. At puberty, 2 hormones produced by the pituitary gland, follicle stimulating hormone and luteinizing hormone, cause this primordial follicle to develop. In each ovarian cycle, about 20 primordial follicles are activated to begin maturation. Normally, only one follicle fully matures and the rest contribute to the endocrine function of the ovary. When activated, the first meiotic division is completed. When this happens, the primary follicle has matured into a secondary follicle. The second division then starts and a Graafian follicle is formed. This contains a secondary oocyte. This second division is not completed unless the ovum is fertilized. ഗ്രാഫിയൻ ഫോളിക്കിൾ ഫോം ചെയ്തതിന് ശേഷം ഓവുലേഷന് വിധേയമാകുകയും ഓവം ഓവുലത്തിലേക്ക് റിലീസ് ചെയ്യുകയും ബാക്കിയുള്ള ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ ഓവുലേഷന് ശേഷം ബാക്കിയുള്ള വരുന്ന ഭാഗം കോർപ്പസ് ലൂട്ടിയമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഈ കോർപ്പസ് ലൂട്ടിയം പിന്നീട് കോർപ്പസ് ആൽബിക്കൻസ് ആയിട്ട് മാറുന്നു. അവിടെ ഫെർട്ടിലൈസേഷൻ ആബ്സെൻ്റ് ആണെങ്കിൽ മാത്രമേ കോർപ്പസ് ആൽബിക്കൻസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്